നമസ്കാരം. ജമ്മു കാശ്മീരിൽ സൈന്യം അതീവ ജാഗരൂകമാണ്. ഏറ്റവും അധികം ഭീകരവാദികൾ നുഴഞ്ഞുകയറുന്ന സമയമാണ് ഈ മഞ്ഞുവീഴ്ചയുടെ ഡിസംബർ കാലം. അതുകൊണ്ട് തന്നെ ഭീകരവാദികളെ പിടിക്കുവാനും അവർക്കെതിരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുവാനും പ്രത്യാക്രമണങ്ങൾ നടത്തുവാനും സൈന്യം അതീവ ജാഗരൂകമായിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ. ഇന്നും സാംബ ജില്ലയിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് 92 എന്ന കോഡിലേക്ക് നിരവധി നമ്പരുകൾ ആണ് കണ്ടെത്തിയത്. പാകിസ്ഥാനിലേക്കാണ് ഇയാൾ ഏറ്റവും അധികം കോളുകൾ വിളിച്ചത് എന്നുള്ള സൂചനയിൽ നിന്നാണ് ഇദ്ദേഹത്തെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അധികൃതർ ഈ വിഷയത്തെ വളരെ സെൻസിറ്റീവായിട്ടാണ് കാണുന്നത്. സുരക്ഷാ ഏജൻസികൾ ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. അതോടൊപ്പം തന്നെ ഉധംപൂർ ജില്ലയിൽ 2-3 തീവ്രവാദികൾ ഒരു വീട്ടിൽ കയറി ഭക്ഷണം ശേഖരിച്ച് അടുത്തുള്ള കാട്ടിലേക്ക് ഓടിപ്പോയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ മേഖലയിൽ വൻ തിരച്ചിലുകളാണ് നടക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 6:30 ചോർ മോട്ടു ഗ്രാമത്തിലെ മങ്തൂറാമിൻ്റെ വീട്ടിൽ 2 ആഴ്ച അജ്ഞാത ഭീകരവാദികളെത്തി ഭക്ഷണം ശേഖരിച്ചതായും രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ മേഖലയിലും വലിയ സുരക്ഷ ശക്തമായിരിക്കുകയാണ്. സൈന്യം അതീവ ജാഗ്രതയോടുകൂടിയാണ് ഈ മേഖലയിലും തിരച്ചിലുകൾ നടത്തുന്നത്. മൽജട്ട പ്രദേശത്തെ ഉധംപൂരിലും സമീപത്തെ വനഗ്രാമങ്ങളിലും പോലീസും അർദ്ധസൈനിക വിഭാഗവും സംയുക്തമായ തിരച്ചിൽ നടത്തി വരികയാണ്. ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ട ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തിന് ഏകദേശം 5 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഈ പ്രദേശം വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയോടുകൂടിയാണ് ഈ പ്രദേശത്തിൽ സൈന്യം തിരച്ചിൽ നടത്തുന്നത്. മേഖല അതീവ ജാഗ്രതയിലാണ്. സുരക്ഷാ സേന ചുറ്റുമുള്ള വനമേഖലകളിൽ പരിശോധന നടത്തുകയും കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കർശന ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നുണ്ട്. ഡിസംബർ 15 മൽജട്ട പ്രദേശത്തെ സോൻ ഗ്രാമത്തിൽ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളുടെ നീക്കത്തിൽ സുരക്ഷാ സേനയ്ക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് തീവ്രവാദികളുമായിട്ടുള്ള ഒരു ശക്തമായ ഏറ്റുമുട്ടലാണ് നടന്നത്. ഈ ഏറ്റുമുട്ടലിലാണ് ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ ഭാഗം വലിയ രീതിയിലുള്ള ഇരുട്ട് നിറഞ്ഞ ഭാഗമായതുകൊണ്ട് തന്നെ ഭീകരവാദികൾക്ക് ഇത് വലിയ അഡ്വാൻറ്റേജാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിൽ കൂടിയുള്ള നുഴഞ്ഞുകയറ്റം വളരെ എളുപ്പമാണ്, ആയാസകരമായതുകൊണ്ട് തന്നെ ഈ മേഖല അതീവ സുരക്ഷയാണ് സൈന്യം കൊടുക്കുന്നത്. ഗ്രാമത്തിനടുത്തുള്ള വനമേഖല വളഞ്ഞ ഞായറാഴ്ച പുലർച്ചെയോടെ വിവിധ വശങ്ങളിൽ നിന്ന് കോമ്പിംഗ് ഓപ്പറേഷനുകളും ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ജാഗ്രതയോടുകൂടിയാണ് ഈ കാലത്തെ കാണുന്നത്. പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ നിന്നും ഈ സമയത്ത് നുഴഞ്ഞുകയറ്റത്തിൻ്റെ സാധ്യത ഏറി വരുന്നൊരു സമയമാണ്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന അതീവ പ്രശ്നം നിറഞ്ഞ ഒരു കാലവും കൂടിയാണ്. ബംഗ്ലാദേശിലും വലിയ ഭീകരവാദികൾ ഉണ്ട് ഇത് പാകിസ്ഥാനുമായിട്ട് സംയുക്തമായിട്ട് ഭീകരവാദാക്രമണത്തിൽ പാകിസ്ഥാനുമായിട്ട് യോജിച്ചുള്ള ഒരു ശ്രമം ബംഗ്ലാദേശിൽ നിന്നുണ്ടാകുന്നു എന്നൊരു റിപ്പോർട്ടുകളും ഈ സമയത്ത് വരുന്നുണ്ട്. കാരണം പാകിസ്ഥാനാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്നത് എന്നാണ്. പാകിസ്ഥാൻ ISI ആണ് ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്നത്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രക്ഷോഭത്തിനിടയിൽ ISISൻ്റെ കൊടികൾ ഉയർത്തിയതും ഒക്കെയായി ബന്ധപ്പെട്ട് ഭീകരവാദികൾ ഇവിടെ വലിയ രീതിയിൽ സജീവമായി തന്നെ ഈ മേഖലകളിൽ സാന്നിധ്യമുണ്ട് എന്ന് സൈന്യം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഈ സമയത്ത് സൈന്യം അതീവ ജാഗ്രതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭീകരവാദികളെ വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുകയും അവരെ അതേസമയം തന്നെ അവർക്കെതിരെ നിറയൊഴിക്കുകയും ചെയ്യുന്ന തരത്തിൽ അവരെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വളരെ യോജിച്ച ശ്രമത്തോടു കൂടിയാണ് സൈന്യം ഈ മേഖലയിൽ മുന്നോട്ട് പോകുന്നത്. അതായത് സംയുക്തമായുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. ഏത് മേഖലയിൽ നിന്ന് ഏത് പ്രദേശത്തു കൂടെ നിന്ന് ഭീകരവാദികൾ നുഴഞ്ഞു കയറിയാലും ആ ഭീകരവാദത്തെയൊക്കെ നിർവീര്യമാക്കാൻ കണക്കിനുള്ള ഒരു സൈനിക ശേഷി ഒരു ഓപ്പറേഷനിലെ ഒരു നയതന്ത്രജ്ഞത, വളരെ കൃത്യമായ തന്ത്രം സൈന്യം ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഒരു ഭീകരവാദിക്കും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റില്ല. നുഴഞ്ഞു കയറുന്ന കാര്യം സൈന്യം ഒരു രീതിയിലും സമ്മതിക്കില്ല എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വളരെ
കൃത്യമായ സുരക്ഷാ സംവിധാനത്തിന് കീഴിലാണ് ഇപ്പോൾ ഭാരതം. സൈന്യത്തിൻ്റെ ഒരു സുദർശന ചക്രത്തിന് കീഴിലാണ് ഇപ്പോൾ ഭാരതം നിലനിൽക്കുന്നത്, ഭാരതമുള്ളത്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ അതീവ ജാഗ്രതയോടുകൂടി കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഈ ഭീകരവാദികൾക്കെതിരെ സൈന്യം നടത്തുന്ന ഇത്തരമൊരു സംയുക്ത ഓപ്പറേഷനുകളെല്ലാം തന്നെ ഭാരതത്തിൻ്റെ കരുത്ത് കഴിഞ്ഞ കുറേയധികം വർഷങ്ങൾ, കഴിഞ്ഞ കുറേയധികം കാലങ്ങളിൽ, കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ പിന്നിലേക്കുള്ള ഒരു കാലം എടുത്തു നോക്കിയാൽ ഈ ഒരു സമയമെന്ന് പറയുന്നത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നൊരു സമയമാണ്. സുരക്ഷാ സേനയിലും സൈന്യത്തിലുംപ്പെട്ട അനേകം ആൾക്കാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിനൊക്കെ വലിയ വിരാമമാണ് മോദി സർക്കാരിൻ്റെ വരവോടുകൂടി. വളരെ ജാഗ്രതയോടുകൂടിയാണ് അതിർത്തിയെ കാത്തു സംരക്ഷിക്കുന്നത്. ഇടയിൽ ചില ഇടങ്ങളിലൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ രാജ്യത്ത് വലിയ സുരക്ഷയാണ് കഴിഞ്ഞ കാലയളവിലൊക്കെയും ലഭിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഭാരതത്തിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭീകരവാദികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുകയും ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് ചെയ്യുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് ഓർമ്മയുണ്ടാകും. അതോടൊപ്പം തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഓപ്പറേഷനുകളും, അതായത് ഭാരതത്തിൻ്റെ പരമാധികാരത്തെ പൂർണ്ണമായും സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടാണ് ഈ കാലയളവിൽ ഭാരതം മുന്നോട്ട് പോകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.